ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. ആദ്യത്തെ അനുഗ്രഹം കൊടുക്കുന്നത് 12-ാം അധ്യായത്തിലാണ്. നിന്നെ ഞാൻ വലിയ ജാതിയാക്കും, നിന്റെ പേര് ഞാൻ വർദ്ധിപ്പിക്കും എന്ന് തുടങ്ങുന്ന വലിയ അനുഗ്രഹത്തിന് ശേഷം ഏകദേശം 13, 14, 15-ാമത്തെ അധ്യായത്തിലെത്തിയപ്പോൾ അബ്രഹാമിൻ്റെ ഒരു ചോദ്യം. ആ ചോദ്യം എങ്ങനെയാണ്? എൻ്റെ സ്വത്തെല്ലാം കൂടെ ഞാൻ ആരുടെ പേരിൽ എഴുതി വെക്കും? 75-ാമത്തെ വയസ്സായിട്ടും മകനില്ലാത്ത അബ്രഹാം താൻ സീറോയാണ്. അബ്രഹാമിൻ്റെ അടുക്കെ അബ്രഹാമിൻ്റെ പ്രാർത്ഥന, എൻ്റെ ദാസനാകുന്ന ഏലയാസറിൻ്റെ പേര്. ഞാൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഓക്കെ. ഓക്കെ. അടുത്ത അങ്ങോട്ട് വായിച്ചു. നോക്കിക്കേ, അവൻ നിന്റെ അവകാശിയാകയില്ല. ആര്? ഇശ്മായേൽ, ക്ഷമിക്കണം, ഏലയാസ്. അവൻ നിന്റെ അവകാശിയാകയില്ല. അടുത്ത വാക്ക് കിടക്കുന്നത് നിന്റെ ഉദരത്തിൽ നിന്ന്. ആ വാക്ക് കിടക്കണം, നിന്റെ ഉദരത്തിൽ നിന്ന്. 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് മകൻ ജനിക്കുന്നത്. 90 വയസ്സുള്ള സാറയാണ് ഐസക്കിന് ജന്മം കൊടുക്കുന്നത്. പക്ഷെ വാഗ്ദത്തം നിങ്ങൾ കേട്ടോ, നിന്റെ അവകാശി നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരും. ഐസക്കിനെ പ്രസവിക്കുന്നത് അബ്രഹാമാണോ സാറയാണോ? പക്ഷെ വാഗ്ദത്തം കിടക്കുന്നത് അബ്രഹാമെ നിന്റെ ഉദരത്തിൽ നിന്ന്. ഐസക് എന്ന ബേബിക്ക് ജന്മം കൊടുക്കുന്നത് സാറയായിരിക്കും, പക്ഷെ ഐസക് എന്ന വാഗ്ദത്തം ജനിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. ഉദരത്തിൽ ഗർഭധാരണം നടത്തിയ വാഗ്ദത്തങ്ങൾ നീ ചുമന്നുകൊണ്ട് നടത്തിയ വാഗ്ദത്തങ്ങൾ ഞാൻ ആരെയോ